വെൽക്കം ടു ഡേ 5. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. ജിമ്മിൽ പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ ഡയറ്റ് നോക്കിക്കോളാം, ചില സാഹചര്യം കൊണ്ട് ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്കൗട്ട് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും തരാം. അപ്പം നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക്, വീട്ടിൽ ഡയറ്റ് നോക്കുന്നവർക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോം വർക്കൗട്ടാണ് ഇന്ന് നമ്മുടെ ഡേ 5. ജിമ്മിലാകുമ്പോൾ നമ്മൾ ജിമ്മിലെ മെഷീനിലൊക്കെ ഒരുപാട് വാമപ്പുകൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മൾ വീട്ടിലായതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന വാമപ്പുകൾ കാണിച്ചു തരാം. രണ്ട് രീതിയിലുള്ള സ്ട്രെച്ചാണുള്ളത്: ഡൈനാമിക് സ്ട്രെച്ച്, സ്റ്റാറ്റിക് സ്ട്രെച്ച്. ഈ ഡൈനാമിക് സ്ട്രെച്ചിനെയാണ് നമ്മൾ വാമപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിക് സ്ട്രെച്ച് എന്ന് പറയുന്നതാണ് നമ്മൾ വർക്കൗട്ടിന് ശേഷം ചെയ്യുന്ന സ്ട്രെച്ച്. ഈ ഡൈനാമിക് സ്ട്രെച്ച് എന്ന് പറയുമ്പം നമ്മൾ അതായത് മൂവ്മെന്റ് ഉള്ള സ്ട്രെച്ചിനെയാണ് ഡൈനാമിക് സ്ട്രെച്ച് എന്ന് പറയുന്നത്. സോ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വാമപ്പ് ചെയ്യുന്നത് ലെഗ്സിന് ഇതൊരു 12 to 15 ടൈംസ്, ഇതൊരു 12 to 15 ടൈംസ്. മൂവ്മെന്റ്, ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവണം. ഇതാണ് ഡൈനാമിക് സ്ട്രെച്ച്. ഇതൊരു 3 സെറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്. സോ ഇവിടെ കൊണ്ടുവന്ന് നിർത്തരുത്, ഇതിങ്ങനെ ബാക്കിലോട്ട് പോകും. കാരണം നമ്മൾ വീട്ടിൽ അധികം ബോഡി സ്റ്റിഫായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഹോം വർക്കൗട്ട് ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നല്ല മൂവ്മെൻറ്റ് വേണം. സോ ഇതൊരു 12 to 15 റെപ്സ്, ഇതും ഒരു 12 to 15 റെപ്സ്, ഒരു 3 സെറ്റ്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിൻ്റെ വാമപ്പാണ്. ചെസ്റ്റിൻ്റെ വാമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൊസിഷൻ ചെയ്തിട്ട് ഓപ്പൺ ആക്കണം. 1 2. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബോഡി നേരെ ഇരിക്കണം. 3 4. ഇങ്ങനെ ഒരു 15 വെച്ചിട്ട് 3 സെറ്റ്സ്. അടുത്തൊരു വാമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്സിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു മോഷനിൽ ഒരു 10 ടൈംസ്, തിരിച്ചു അങ്ങനെ തന്നെ ഒരു 10 ടൈംസ്, അങ്ങനെ ഒരു 2 സെറ്റ്സ് ഹിപ്സിന് വേണ്ടി ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ഡൈനാമിക് സ്ട്രെച്ച്. ഡൈനാമിക് സ്ട്രെച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വാമപ്പാണ്. സോ ഇത്രയും ചെയ്തത് നമ്മൾ വാമപ്പ് മാത്രമാണ്. ഇതൊരു 3 സെറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 റെപ്സ് to 12 റെപ്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റെപ്സ് കൂട്ടിക്കൊണ്ട് വരണം. കാരണം ഇത് നിങ്ങളുടെ വാമപ്പിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വർക്കൗട്ട് കൂടാണ്. സോ വീട്ടിലുള്ള വർക്കൗട്ടിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വാട്ടാണ്. ഇതിന് പറഞ്ഞ ഒരു ബോഡി വെയ്റ്റ് സ്ക്വാട്ട് എന്നാണ് കേട്ടോ. ബോഡി വെയ്റ്റ് സ്ക്വാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ, എന്നാലും ഞാൻ ഒന്നുകൂടെ ചെയ്യാം. നമ്മൾ ഷോൾഡർ ലെവലിൽ ലെഗ് വെക്കുക. ഒരിക്കലും ലെഗ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കരുത്. ഒരു ചെറിയൊരു ആംഗിൾ, രണ്ട് സൈഡിലോട്ട് ഓപ്പൺ ആയിട്ടുള്ള ലെഗ്സ് ഓപ്പൺ ആയിട്ട് വെക്കണം. രണ്ട് സൈഡിലോട്ട് ഓപ്പൺ ആക്കി വെക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മുട്ടിൽ സ്ട്രെയിൻ ഉണ്ടാവും. സോ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലോട്ട് ഓപ്പൺ ആയിപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഹോൾഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യാറില്ലായിരുന്നു ഇങ്ങനെ. പക്ഷേ അങ്ങനെ ചെയ്താൽ നമ്മൾ ഡംബൽസ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. സോ ഇതാകുമ്പോൾ ഇങ്ങനെ വന്ന് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡംബൽസ് വെക്കുമ്പോഴും കംഫർട്ടായിട്ട് നിൽക്കും. സോ ഷോൾഡർ ലെവലിൽ കാല് ഇച്ചിരി ചരിച്ച് വെച്ചിട്ട് ഇയർലിയിൽ. സോ നമ്മളൊരു ഇമാജിനറി ചെയറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണം. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നീസിന്, പക്ഷേ പിന്നീട് അത് ശീലമാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യരുത്. ഇനിയും പിന്നെ ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. വീട്ടിൽ ചെയ്യാവുന്ന നല്ലതാണ്. ഇത് ഓൺലൈനിൽ മേടിക്കാൻ ചെറിയ പൈസയേ ഉള്ളൂ. ഇത് വേണ്ടി ഒരു ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെസ്സേജിൽ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം. സോ ഇതൊരെണ്ണം ഉണ്ടെന്ന വരിയിൽ നമുക്ക് സ്ക്വാട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈ കാലും ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ഇമാജിനറി ചെയർ ഇരിക്കത്തില്ലേ, കണ്ടോ, നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും ബാക്കിൽ. ഇങ്ങനൊരു 20 റെപ്സ് 3 സെറ്റ്സ്. ഇനി വീട്ടിലൊരു ബെഞ്ച് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നീയുടെ അളവിലുള്ള ബെഞ്ചാണെന്ന് വരിയിൽ അവിടെ നമുക്ക് ചെയ്യാം. സോ ഇത് വെറും പ്രാക്ടീസിന് വേണ്ടി മാത്രമാണ്. ശരിക്കും സ്ക്വാട്ട് ചെയ്യേണ്ടത് ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു ഫോമിൽ ശരിക്ക് സ്ക്വാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ടാണ്. പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് ഒരു 20 റെപ്സ് വെച്ചിട്ട് 3 സെറ്റ്സ്, പിന്നെ 4 സെറ്റ്സ്, 5 സെറ്റ്സ്, അങ്ങനെ പോകണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ലഞ്ചസ് ആണ് കേട്ടോ. ഈ ലഞ്ചസ് ഇച്ചിരി ഹാർഡാണ് ചെയ്യാൻ. പക്ഷേ എത്രത്തോളം ഹാർഡാവുന്നോ അത്രത്തോളം നമ്മുടെ ഫാറ്റ് ബേൺ ആവും. പിന്നെ ഏറ്റവും കൂടുതൽ ഈ വെയിറ്റ് ലോസ് ഉണ്ടാകുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലെഗ്സിൽ നിന്നാണ്. അതായത് നമ്മൾ അപ്പർ ബോഡി നല്ല 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 ഫിറ്റായിട്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പോലും അവരുടെ ലെഗ് വീക്കായിരിക്കും. കാരണം അവർ ലെഗിന് വർക്കൗട്ട് ചെയ്യത്തില്ല. ലെഗ് ഭയങ്കര പാടാണ് ചെയ്യാൻ. പക്ഷേ ലെഗ് നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ഒരാളുണ്ടെന്ന് വരി അയാളുടെ അപ്പർ ബോഡി ചിന്തിക്കേ വേണ്ട, നല്ല ഫിറ്റായിരിക്കും. അടുത്തത് ലഞ്ചസ് ആണ് കേട്ടോ. ലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വോക്കിംഗ് ലഞ്ചസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം മിസ്റ്റേക്ക് പറയാം. നമ്മൾ വോക്കിംഗ് ലഞ്ചസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകരുത്. സ്ട്രെയിറ്റ് ആയിട്ട് കാല് വെക്കരുത്. നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ആവും. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സൈഡിലോട്ട് കാല് വെച്ച് പോകണം. രണ്ട് സൈഡിലോട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ, 1 2 3 4 5. ഇത് കുറച്ചുകൂടെ താഴോട്ട് പോകണം. അടുത്ത തന്നെ നിന്നുകൊണ്ട് തന്നെ ലഞ്ചസ് ചെയ്യാം കേട്ടോ. റിവേഴ്സ് ലഞ്ചസ്. അത് നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കുന്നു. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ക്വാട്ട് ചെയ്തു, അതിനുശേഷം ലഞ്ചസ് ചെയ്തു. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് മൗണ്ടൻ ക്ലൈംബറാണ്. ഓക്കെ, മൗണ്ടൻ ക്ലൈംബർ. അപ്പം നമ്മൾ മൗണ്ടൻ ക്ലൈംബറാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു മാറ്റോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുക. സോ കൈ രണ്ടും ഷോൾഡർ ലെവലിൽ ഈ പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. എന്നിട്ട്
4 5 6 ഇങ്ങനെ ഒരു 15 റെപ്സ് 3 സെറ്റ്സ്. സോ ഇത് ചെയ്യുമ്പം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ മാക്സിമം ഈ നീസ് ചെസ്റ്റിൻ്റെ അവിടെ കൊണ്ടുവരണം. അപ്പം നമ്മുടെ അടിവയർ തൂങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതിലോട്ടൊരു ഹിറ്റാവും ഇങ്ങനെ. സോ ഇങ്ങനെ ഈ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ലോവർ ആപ്സിലെ ഫാറ്റ് ബേൺ ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു കാർഡിയോയുമാണ്. അതുപോലെ തന്നെ ഫുൾ ബോഡി വർക്കൗട്ട്. കാരണം നമ്മൾ ഓൾറെഡി കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കൈക്ക് നല്ല സ്ട്രെങ്ത് വരും, ചെസ്റ്റ് നല്ല ഫുള്ളാവും. അങ്ങനെ ആ രീതിയിൽ നിന്നുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ മൗണ്ടൻ ക്ലൈംബേഴ്സ് നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റെപ്പ് കാണുമല്ലോ. സോ ഇവിടെ സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലൊരു ബാർ ഞാൻ വെച്ചേക്കാണ്. സോ സ്റ്റെപ്പ് ഉള്ളിടത്ത് നമ്മൾ ഈ ഒരു രീതി ചെയ്യണം. ഇതൊന്നും നോക്കണ്ട, ബോഡി നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് ചെയ്തു. ഇതൊരു 20 റെപ്സ് 3 സെറ്റ്സ്. എന്ന് പറയുന്നത് ലെഗ് റൈസ് ആണ് കേട്ടോ. ഇതിനെപ്പറ്റി ഞാൻ പറയാമേ. ഈ ലെഗ് റൈസ് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ലെഗ് റൈസ് എന്നും ചെയ്യും. പക്ഷേ എത്ര ചെയ്താലും ഒരു ഫീലുണ്ട്, പക്ഷെ ഒന്നും വിസിബിൾ അല്ല. പക്ഷെ വൺ ഡേ ഞാനൊരു ദിവസം ഇങ്ങനെ ലെഗ് റൈസ് ചെയ്യുമ്പം എനിക്ക് ലോവർ ആപ്സ് നല്ല ഫീലായി. അപ്പം ഞാൻ നോക്കിയപ്പം കണ്ണാടി നോക്കിയപ്പോൾ ലോവർ ആപ്സ് വിസിബിളായി. സോ ഇത് ലോവർ ആപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. നല്ല സ്ട്രെങ്തും ടൈറ്റും കിട്ടും ലോവർ ആപ്സിന്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂട്ട്സിൻ്റെ അടിയിൽ 2 കൈ വെക്കുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലയ്ക്ക് സ്ട്രെയിൻ കൊടുക്കരുത്. പലരും ഇങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട. നമ്മൾ തല റിലാക്സ് ആക്കി ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, 1 2 ലെഗ് മടങ്ങരുത്, അത്രേ ഉള്ളൂ. മുട്ട് മടങ്ങരുത്. ഇത് മാക്സിമം കൊണ്ടുപോകണം. ഇപ്പം തന്നെ ലോവർ ആപ്സിന് നല്ല പിടുത്തം വരും. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലെ വെയിറ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. സോ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ് ഇല്ലാതെ ഇത് എത്ര വർഷം ചെയ്താലും ഉള്ളിലത്തെ കോർ സ്ട്രെങ്ത് ആവുമെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ ഡയറ്റ് ഫസ്റ്റ്, സെക്കൻഡ് നല്ല രീതിക്കുള്ള വർക്കൗട്ട്. അപ്പം നമ്മൾ ഏകദേശം ഈ 4-5 വർക്കൗട്ട് എല്ലാ ദിവസവും ചെയ്യുമ്പം നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെങ്തനിങ്ങിനും ഒരു മൊബിലിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് റെസിസ്റ്റൻസ് ബാൻഡ്. സോ ഈ ബാൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ഫിസിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ വീട്ടിൽ, അവർക്കാണെങ്കിലും ഇപ്പം ആക്സിഡൻ്റ് ഒക്കെ പറ്റി ചെറുതായിട്ടൊന്ന് റിക്കവർ ആയി വരുന്നവർക്കും അങ്ങനെയൊക്കെ റിക്കവർ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ലിങ്ക് വേണമെന്ന് ഒരിക്കലും കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ DM ലിങ്ക് അയച്ചു തരാം. സോ ഇതുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. കാരണം എന്തായാലും നമ്മൾ ജിമ്മിലല്ല, നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നല്ലതായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഇച്ചിരി ഹൈറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യാം. ഹൈറ്റിൽ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ആക്സിഡൻ്റ് ഒക്കെ പറ്റി കിടക്കുന്നവർ, അതുപോലെ തന്നെ ഫിസിയോ ചെയ്യുന്നവർ, അല്ലാതെ വീട്ടിൽ തന്നെ സ്ട്രെങ്ത് കിട്ടുന്നവർ. സോ ഈ രീതി കണ്ടോ, ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വൈഡ് ആക്കാൻ പറ്റും. കാരണം ഇതൊരു ഫ്രീ ബാൻഡാണ്, മെഷീൻ അല്ലല്ലോ. ഇതൊക്കെ ബാക്ക് സ്ട്രെങ്തനിങ്ങിന്, ബൈസെപ്സിന്, അതുപോലെ തന്നെ നേരെ നിന്നിട്ട് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തതിൻ്റെ അതിലും അപ്പുറത്തെ രീതിയിലുള്ള സ്ട്രെങ്ത് നമുക്ക് തരും എല്ലാ ദിവസവും ഇത് ചെയ്താൽ. ശരിക്കും ഈ ഒരു റെസിസ്റ്റൻസ് ബാൻഡ് ഓൺലൈനിൽ മേടിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഇതേ കയറി നിന്ന് കഴിഞ്ഞാൽ നേരെ നിന്നിട്ട് ഇതൊരു 20 റെപ്സ് വെച്ച് 3 സെറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഷേപ്പ് ആവും. ബൈസെപ്സ് നല്ല സ്ട്രോങ് ആവും, വൈഡ് ആവും, സൈസ് ആവും. കാരണം നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യും. അങ്ങനെയാണ് ബൈസെപ്സ് ഒക്കെ ബിഗ് ആയിട്ട്. പക്ഷേ ജിമ്മിൽ പോകുന്നുണ്ടാകും. ഇതാണ് സംഭവം. പിന്നെ ഹോമിൽ ചെയ്യാവുന്നതാണ് പുഷപ്പ്. എല്ലാവർക്കും ചെയ്യാൻ അറിയാം. പക്ഷേ പുഷപ്പ് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം ഭയങ്കര വണ്ണമായിട്ടിരുന്നിട്ട് കുറയ്ക്കണമെങ്കിൽ പുഷപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുഷപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്ന രീതിയിൽ അവർക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നീസ് ഫ്ലോറിൽ ഉറപ്പിച്ച് വെക്കുക. നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നു, കൈ ഷോൾഡറിൻ്റെ ലെവലിൽ വെക്കുന്നു, അതുപോലെ തന്നെ നീസ് ഉറപ്പിച്ച് വെക്കുന്നു, ലെഗ് അപ്പ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ പുഷപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് 1 ഡേ നോർമലി 1 പുഷപ്പ്, 2 പുഷപ്പ്, 3 പുഷപ്പ്. പുഷപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക. പുഷപ്പും ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ്. ആംസിന്, ബൈസെപ്സിന്, ചെസ്റ്റിന്, അബ്ഡോമിന്. ഓക്കെ, ഇനി ശരിക്കുള്ള പുഷപ്പ് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഏതാണ് പൊസിഷൻ വരുന്നത്. സോ ഈ ഒരു രീതിയിൽ നിൽക്കുക. സോ ബെഞ്ച് വൈസ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് പുഷപ്പ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഇതെന്ന് പറയുന്നത് പ്ലാങ്ക് ആണ്. പ്ലാങ്ക് നമ്മുടെ കോർ ടൈറ്റ് ആവാൻ, കോറിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക്. നമ്മൾ 10 സെക്കൻഡ്സ്, പിന്നെ 20 സെക്കൻഡ്സ്, 30 സെക്കൻഡ്സ്, അങ്ങനെ മാക്സിമം കൂട്ടി വേണം പ്ലാങ്ക്. ഒരു 2 സെറ്റ്സോ 3 സെറ്റ്സോ ചെയ്താൽ മതി, പക്ഷേ സെക്കൻഡ്സ് കൂട്ടി വേണം. സോ പ്ലാങ്ക് പൊസിഷൻ ഈ ഒരു പൊസിഷൻ വെക്കണം. സോ നമ്മൾ ബെഞ്ച് പോലെ കിടക്കണം. പലരും ഇങ്ങനെയൊന്നും കിടക്കണം. ഈ ഒരു പൊസിഷൻ ഇങ്ങനെ കോർ നല്ല ടൈറ്റ് ആക്കി പിടിക്കണം. ആദ്യം 10 സെക്കൻഡ്സ്, പിന്നെ 20 സെക്കൻഡ്സ്, പിന്നെ 30 സെക്കൻഡ്സ്. സോ നമ്മൾ ഹോം വർക്കൗട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ് സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ
ആദ്യത്തെ ഒരു 2 ദിവസം കഴിയുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും. സോ സ്ട്രെച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് സ്റ്റാറ്റിക് സ്ട്രെച്ചാണ്. സ്റ്റാറ്റിക് സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റിൽ കൊണ്ടുവന്നിട്ട് നല്ലപോലെ സ്ക്യൂസ് ചെയ്ത് നിർത്തും. സി ഇപ്പം നമ്മൾ ക്വാഡ്സിന് സ്ട്രെച്ച് ചെയ്യണേ, ഇത് മസിൽസ് നല്ലപോലെ റിലാക്സ് ആവാനും സ്റ്റിഫ്നെസ് എല്ലാം മാറാനും അതുപോലെ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യും. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം, അതായത് സ്ക്വാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ രീതി ചെയ്യണം. അപ്പം ക്വാഡ്സിന് ചെയ്തു. ഇനി നമ്മൾ ഹാംസ്ട്രിങ്ങിന് ചെയ്യണം. ക്വാഡ്സ് എന്ന് പറയുന്ന മസിൽസ് ഇതാണ് കേട്ടോ. ഹാംസ്ട്രിങ് ചെയ്തു, ഹോൾഡ് ചെയ്ത് വെക്കണം ഒരു 3-4 സെക്കൻഡ്സ്. ഇത് മസ്റ്റായിട്ടും ചെയ്യണം. ചെയ്തില്ലെന്ന രീതിയിൽ നമുക്ക് നല്ല ബോഡി പെയിൻ ഉണ്ടാവും. സോ അതിനുശേഷം നമുക്ക് ബാക്കിൽ. ഇനി നമ്മൾ ഇപ്പോൾ സൈഡിലോട്ട്, ഇത് ജസ്റ്റ് കാൽ നേരെ വെക്കുക. ഈ കാല് നമ്മുടെ ആ സൈഡിലോട്ട് പോവുക. നമ്മൾ ആ ഭാഗത്തോട്ട് തിരിക്കുക. ലോവർ ബാക്കിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഈ ഒരു രീതിയിലുള്ള സ്ട്രെച്ച്. അടുത്ത നമ്മൾ ലാസ്റ്റ് സ്ട്രെച്ച്. സോ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക. ഓക്കെ, ഇതോടെ ബാക്ക്, ആംസ്, അതുപോലെ തന്നെ ചെസ്റ്റ് എല്ലാം റിലാക്സ് ആവാൻ തരമായിരിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് ഷോൾഡറിൻ്റെ ഒരു സ്ട്രെച്ച് ഉണ്ട്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഹോം വർക്കൗട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ ഡേ 6 ആണ്. നാളെ നമ്മൾ ലേഡീസിനായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.